reporting from the line that separates the SDF. I'm here at an open detest. Say they are here to fight for it. The cross-border shellings may have stopped, but this is a triangular spot which connects Israel, Lebanon and Syria. I'm standing in front of one of the Bamiyan. ഒക്ടോബർ അവസാനമാണ് ഞാൻ യുക്രൈനിൽ എത്തുന്നത്. നീണ്ടു നിൽക്കുന്ന ഈ യുദ്ധം ജനങ്ങളുടെ ജീവിതം എങ്ങനെ മാറ്റിമറിക്കുന്നു എന്ന് കാണാൻ. റഷ്യയുടെ അധിനിവേശത്തിന് ഏതാണ്ട് 4 വർഷമാവുകയാണ്. പക്ഷേ യുദ്ധം അവസാനിക്കുന്ന യാതൊരു സൂചനകളുമില്ല. ആക്രമണങ്ങൾ ശക്തമാവുക മാത്രമാണ്. പക്ഷേ അതുപോലെ തന്നെയാണ് യുക്രൈനിൻ്റെ പ്രതിരോധവും. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സ്വന്തം രാജ്യത്തിനു വേണ്ടി ആയുധമെടുത്ത ഒരു സ്ത്രീ കൂട്ടായ്മയെക്കുറിച്ചാണ്. ദ വിച്ചസ് ഓഫ് ബുച്ച, ബുച്ചയിലെ യക്ഷികൾ. റഷ്യയുമായി യുദ്ധം നടക്കുന്ന യുക്രൈനിൽ ആ രാജ്യത്തെ കാക്കുന്നത് പുരുഷന്മാർ മാത്രമല്ല. വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് സ്ത്രീകളാണ് സായുധ സേനയിലുള്ളത്. അവരിൽ പലരും നേരിട്ട് യുദ്ധഭൂമിയിലാണ്. യുക്രൈനിൻ്റെ തലസ്ഥാനമായ കീവിൻ്റെ അടുത്തുള്ള ചെറിയ പട്ടണമായ ബുച്ചയിലേക്കാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. വിച്ചസ് ഓഫ് ബുച്ച അഥവാ ബുച്ചയിലെ യക്ഷികളെ കാണാൻ. ഇത് കാടിനകത്തുള്ള രഹസ്യമായ ഒരു പരിശീലന ക്യാമ്പാണ്. ഇവിടെ മണിക്കൂറുകളോളമാണ് ഈ സ്ത്രീകൾ വെടിവെപ്പിനും അതുപോലെ പുതിയ ആയുധങ്ങൾ ഉപയോഗിക്കാനും പരിശീലനം നേടുന്നത്. ഇവിടെ ചെലവഴിക്കുന്ന ഓരോ മണിക്കൂറും അവരെ മുന്നിലുള്ള നീണ്ട രാത്രിക്കായി തയ്യാറെടുപ്പിക്കുകയാണ്. These are the witches of Bucha, an all-women volunteer air defense unit in Kyiv. Every night they have one mission: to track and shoot down incoming Russian war drones. ഞാൻ യുക്രൈനിലുണ്ടായിരുന്ന ദിവസങ്ങളിൽ മിക്ക രാത്രിയിലും എയർ അലേർട്ടുകൾ മുഴങ്ങിക്കൊണ്ടേയിരുന്നിരുന്നു. റഷ്യൻ ഡ്രോണുകളും മിസൈലുകളും യുക്രൈനിയൻ നഗരങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന മുന്നറിയിപ്പാണ് ഈ എയർ അലേർട്ട് നൽകുന്നത്. രാത്രികാലങ്ങളിൽ ഉറങ്ങാനാവാതെ പലപ്പോഴും ബോംബ് ഷെൽട്ടറുകളിൽ പോയി അഭയം പ്രാപിക്കേണ്ട അവസ്ഥ. വീടുകൾ, ആശുപത്രികൾ, സ്കൂളുകളിൽ പോലുമാണ് ഈ മിസൈലുകളും ഡ്രോണുകളും പലപ്പോഴും വന്ന് പതിക്കുന്നത്. യുക്രൈൻ സ്ത്രീകൾക്ക് സായുധ സേനയിൽ ചേരാൻ പോലും സാധിക്കാത്തൊരു സമയമുണ്ടായിരുന്നു. പക്ഷേ പൂർണ്ണ യുദ്ധം ആരംഭിച്ചതിന് ശേഷം അത് പാടെ മാറി. ഇന്ന് യുക്രൈൻ സേനയിൽ 70,000-ഓളം കൂടുതൽ സ്ത്രീകളുണ്ട്. വിച്ചസ് ഓഫ് ബുച്ച എന്ന് പറയുന്ന ഈ യൂണിറ്റ് ആ മാറ്റത്തിൻ്റെ വലിയൊരു പ്രതീകമാണ്. Why did you decide to join Witches of Bucha unit? All Ukrainian women are witches somehow. When these witches fight, they are unstoppable. What does she want the rest of the world to know about Witches of Bucha and what she's doing? What we are doing is very important. It is also dangerous. But I want the world to know that we are ready to do everything to help our country. ഫെബ്രുവരി 2022 തുടങ്ങിയ റഷ്യൻ അധിനിവേശത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ബുച്ച ഒരു യുദ്ധഭൂമിയായി മാറുകയായിരുന്നു. കീവിൽ നിന്ന് വെറും 25 കിലോമീറ്റർ അകലെയുള്ള ഈ ചെറിയ പട്ടണത്തെ റഷ്യൻ സേന പിടിച്ചടക്കി. അവരുടെ ലക്ഷ്യം തലസ്ഥാനമായ കീവിനെ വളഞ്ഞ് കീഴ്പ്പെടുത്തുക എന്നുള്ളതായിരുന്നു. Bucha became the symbol of Russian brutality. It is here in Bucha that Russian forces committed some of the worst atrocities of the invasion during the beginning of the war. 2 ആഴ്ചയോളമാണ് ബുച്ച റഷ്യൻ അധിനിവേശത്തിലായത്. യുദ്ധത്തിൻ്റെ കടുത്ത പോരാട്ടങ്ങൾക്ക് ശേഷം മാർച്ച് 22 യുക്രൈൻ സേന ബുച്ച എന്ന പട്ടണം തിരിച്ചുപിടിച്ചു. പക്ഷേ അതിനുശേഷം ബുച്ചയിൽ നിന്നും പുറത്തു വന്ന ദൃശ്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. റോഡിലുടനീളം മൃതദേഹങ്ങൾ, ബോംബിട്ട് തകർത്ത വീടുകളും കാറുകളും. 100 കണക്കിന് സാധാരണക്കാരെയാണ് റഷ്യൻ സൈനികർ റോട്ടിലിട്ട് കൊന്നുകളഞ്ഞത്. സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു, പലരെയും കൊന്നു തള്ളി. 3 വർഷങ്ങൾ കഴിഞ്ഞിട്ടും വാർ ക്രൈംസ് അന്വേഷിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഇപ്പോഴും ഇവിടെ പുതിയ തെളിവുകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ബൂച്ചയിൽ നടന്ന ഈ ഭീകരത സമൂഹത്തിൽ ആഴത്തിലുള്ള മുറിവുകളാണ് ഉണ്ടാക്കിയത്.
പക്ഷേ അതിനോടൊപ്പം തന്നെ പ്രതിരോധിക്കാനുള്ള ഒരു പുതിയ ഊർജം അവിടെയുള്ള ജനങ്ങൾക്ക് ലഭിച്ചു. പുരുഷന്മാർ യുദ്ധത്തിനായി ഫ്രണ്ട് ലൈൻസിലേക്ക് പോയപ്പോൾ പല സ്ത്രീകളും നാട്ടിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. അവരിൽ പലരും രാജ്യത്തിന് പുറത്തേക്ക് രക്ഷപ്പെടാതെ സ്വന്തം നാടിനെയും വീടിനെയും കാക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് വിച്ചസ് ഓഫ് ബുച്ച അല്ലെങ്കിൽ ബുച്ചയിലെ യക്ഷികൾ എന്ന യൂണിറ്റ് രൂപം കൊണ്ടത്. What do they think about you being in a military unit and shooting down drones, taking night duties? അലിയോന ഒരു ഡോക്ടറാണ്. അവൾ പരിക്കേറ്റ സൈനികരുടെ പുനരധിവാസത്തിനായി സഹായിക്കുന്ന ആളാണ്. അവൾക്ക് 15ഉം 18ഉം വയസ്സുള്ള 2 കുട്ടികളുണ്ട്. എൻ്റെ രാജ്യം നശിച്ചു പോകരുത്, എൻ്റെ മക്കൾക്ക് രാത്രി സമാധാനമായി ഉറങ്ങാൻ കഴിയണം. അതിനാണ് ഞാൻ ഈ യൂണിറ്റിൽ ചേർന്നത്. യുദ്ധം ആരംഭിച്ചപ്പോഴൊക്കെ തൻ്റെ മക്കൾ രാവിലെ ജീവനോടെ എഴുന്നേക്കുമോ എന്ന ഭയം തനിക്കുണ്ടായിരുന്നു എന്നവൾ പറയുന്നു. ഒരു ദിവസം അലിയോന തീരുമാനിച്ചു, ഇനി ഇങ്ങനെ ഭയന്ന് ജീവിച്ചിട്ട് കാര്യമില്ല, ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണം. Most of these women had no military background before the full-scale invasion began. But now they're donning different hats. During the day, they are dentists, doctors, manicurists, and bakers. And at night, they don their body armor, they take up weapons, they head to the woods. ഇത് വാലന്റീന, 52 വയസ്സ് പ്രായമുണ്ട്, 3 മക്കളുമുണ്ട്. സുഹൃത്തും അധ്യാപികയുമായ ഇനയുടെ കൂടെയാണ് വാലന്റീന കഴിഞ്ഞ വർഷം ഈ യൂണിറ്റിൽ ചേരുന്നത്. ഇരുവരും ബുച്ചയ്ക്കടുത്തുള്ള ഗ്രാമത്തിലെ കൂട്ടക്കൊലയിൽ നിന്നും രക്ഷപ്പെട്ടവരാണ്. മാസങ്ങളോളം വാലന്റീന സ്വന്തം ഭർത്താവിനോടും മക്കളോടും പറയാതെ ഒളിച്ചും മറഞ്ഞുമാണ് ഈ പരിശീലന ക്യാമ്പിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇത് താന്യ ഒരു ടീച്ചറാണ്. റഷ്യൻ സേന ബുച്ച പിടിച്ചെടുത്തപ്പോൾ തൻ്റെ 12 വയസ്സുള്ള മകളുമായി ഫ്ലാറ്റിൻ്റെ ബേസ്മെൻറ്റിൽ ഒളിച്ചു കഴിയുകയായിരുന്നു താന്യ. ഞങ്ങൾക്ക് ഭക്ഷണം പോലും കഴിക്കാനുണ്ടായിരുന്നില്ല. പേടിച്ചരണ്ടാണ് ഞാൻ ആ ഒരാഴ്ച കഴിച്ചു കൂട്ടിയത്. ബുച്ച വിമുക്തമായപ്പോൾ താനിയ ഒരു തീരുമാനമെടുത്തു. താൻ സേനയിൽ ചേരുമെന്നും രാജ്യത്തിനു വേണ്ടി ഫൈറ്റ് ചെയ്യുമെന്നും. ബുച്ചയിലൂടെ യാത്ര ചെയ്യുമ്പോൾ യുദ്ധത്തിൻ്റെ അടയാളങ്ങൾ നമുക്കിപ്പോഴും പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും. Behind me are hundreds of civilian vehicles, burned, twisted, and abandoned during the Russian invasion of Bucha. Most of Bucha has been rebuilt, but these vehicles still remain here as a silent reminder of the horror that tore through this community. ബുച്ച ഇന്ന് സ്വതന്ത്രമാണ്, പക്ഷേ യുക്രൈൻ യുദ്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഓരോ രാത്രിയിലും റഷ്യൻ ഡ്രോണുകളും മിസൈലുകളും ആകാശത്ത് പറക്കുമ്പോൾ ഈ യക്ഷികൾ ഉറക്കമൊഴിച്ചിരിക്കുകയാണ്. കാടിനകത്ത് ആകാശം കാക്കുകയാണ്. This is my second time in Ukraine. The first was back in April this year. What still surprises me is the courage and conviction of Ukrainians to keep fighting despite everything they have lost. Efforts so far have failed to resolve this conflict. The United States has stepped up pressure on Russia, but Putin insists that he wants to take control of the Donbas region, a demand Ukraine has firmly rejected. But Ukrainians tell me one thing again and again, that they will keep fighting and they will never bow down to Russia. I'm Anjana Shankar and you are watching my channel Ask, where I decode conflicts, crisis and global politics, one question at a time. If you would like to see more such ground reports, please subscribe to my channel. Thank you for watching.